മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ അബദ്ധങ്ങൾ ചെയ്യരുത്. ഇത് ആർത്തവകാലം ടെൻഷൻ ഫ്രീ ആക്കുന്നതിൽ മെൻസ്ട്രൽ കപ്പുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഏറെ നാൾ ഉപയോഗിക്കാമെന്നതും സാനിറ്ററി പാഡുകൾ നശിപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുമൊക്കെയാണ് പലരെയും മെൻസ്ട്രൽ കപ്പിലേക്ക് ആകർഷിക്കാൻ കാരണം. പാഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇന്നും കുറവല്ല. എന്നാൽ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കുമെല്ലാം പാഡിനേക്കാൾ നല്ലത് കപ്പ് തന്നെയാണ്. സാനിറ്ററി പാഡുകളും തുണികളും ഏറെ നേരം മാറ്റാതിരിക്കുന്നതും വൃത്തിയായി സൂക്ഷിക്കാത്തതുമൊക്കെ അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടുന്നു. എന്നാൽ കപ്പുകൾ ഉപയോഗിക്കുക വഴി ആർത്തവകാലം ശുചിത്വമുള്ളതാക്കാം. ആർത്തവ സമയത്ത് രക്തം ലീക്ക് ചെയ്യാതെ ശേഖരിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് മെൻസ്ട്രൽ കപ്പുകൾ. മെഡിക്കൽ സിലിക്കൺ വെച്ചുണ്ടാക്കുന്ന ഈ കപ്പ് പല വലുപ്പത്തിൽ ലഭ്യമാണ്. നീന്തൽ പോലുള്ള കായിക വ്യായാമം ചെയ്യുമ്പോൾ വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. രക്തസ്രാവത്തിന്റെ തോതനുസരിച്ച് കപ്പ് മാറ്റേണ്ട സമയം വ്യത്യസ്തമായിരിക്കും. എങ്കിലും 8 മണിക്കൂർ ആകുമ്പോഴെങ്കിലും പുറത്തെടുക്കുന്നതാണ് നല്ലത്. ഇത് ആർത്തവ രക്തം പുറത്തേക്ക് വരാതെ ഉള്ളിൽ വെച്ച് തന്നെ ശേഖരിക്കും. ഈ രക്തം കളഞ്ഞതിനു ശേഷം ഇതേ കപ്പ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. പ്രായം, പ്രസവിച്ചതാണോ, രക്തസ്രാവം എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചു വേണം കപ്പിന്റെ സൈസ് തീരുമാനിക്കാൻ. കപ്പിന്റെ സൈസ് ശരിയല്ലെങ്കിൽ ലീക്കാകാൻ സാധ്യതയുണ്ട്. ഓരോ ആർത്തവത്തിന് മുമ്പും ശേഷവും മെൻസ്ട്രൽ കപ്പ് തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കിയാലും മതി. മെൻസ്ട്രൽ കപ്പ് വജൈനയ്ക്കുള്ളിലേക്ക് വയ്ക്കുന്നതും പുറത്തെടുക്കുന്നതിനു മുമ്പും ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകി അണുവിമുക്തമാക്കണം. 12 മണിക്കൂറിലധികം തുടർച്ചയായി മെൻസ്ട്രൽ കപ്പ് വയ്ക്കരുത്. ബ്ലീഡിംഗ് അധികമില്ലെങ്കിൽ കൂടി പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും വയ്ക്കുക. 5 മുതൽ 10 വർഷം വരെയാണ് ഒരു മെൻസ്ട്രൽ കപ്പിന്റെ കാലാവധി. കൂടാതെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കണം.